ഇന്ത്യക്കെതിരായ രൂക്ഷ വിമർശനം നടത്തി ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ വരെ തുടങ്ങിയ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ചയ്ക്കായി ഇന്ത്യയിലെത്തിയിരിക്കുന്നു. എല്ലാ കാലത്തും മാലദ്വീപിന് എല്ലാ തരത്തിലും പിന്തുണ നൽകിയ രാജ്യമാണെന്ന ചരിത്രം മറന്നുകൊണ്ടാണ് മുയിസു ഇന്ത്യ വിരുദ്ധനായത്. മാലദ്വീപിന്റെ പ്രസിഡന്റായി അധികാരത്തിലേറിയപ്പോൾ മുതൽ മുയിസു ഈ ഇന്ത്യ വിരോധം കാണിച്ചിരുന്നു. ലക്ഷദ്വീപിന്റെ അമൂല്യ സമ്പത്ത് ഇന്ത്യ ടൂറിസത്തിനായി ഉപയോഗപ്പെടുത്തണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയോട് മുയിസു പിന്നീട് പ്രതികരിച്ചത് വളരെ രൂക്ഷമായിട്ടായിരുന്നു. അതിന് പിന്നാലെ ഇന്ത്യ ഔട്ട് ക്യാമ്പയിനും തുടങ്ങി. എല്ലാം ചൈനയുടെ പിന്തുണയോടെയാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇന്ത്യയുമായി പിന്നീട് വലിയ നയതന്ത്ര ബന്ധമൊന്നും പുലർത്താതിരുന്ന മാലദ്വീപ് പ്രസിഡന്റ് ഇന്ത്യയിലെത്തുകയും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമ്പോൾ അത് നിർണായകമാണെന്നതിൽ സംശയമില്ല. 5 ദിവസത്തെ സന്ദർശനത്തിനായി ഡൽഹിയിൽ ഇന്നലെ എത്തിയ മുയിസുവിനെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സ്വീകരിച്ചു. മാലദ്വീപിന്റെ പ്രസിഡന്റായ ശേഷം മുയിസുവിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനം കൂടിയാണ് ഇത്. കഴിഞ്ഞ വർഷം നവംബറിലാണ് മുഹമ്മദ് മുയിസു മാലദ്വീപിന്റെ പ്രസിഡന്റായത്. കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് മാലദ്വീപ് കടന്നുപോകുന്നത്. നമുക്കെല്ലാം അറിയാം, ടൂറിസമാണ് മാലദ്വീപിന്റെ വരുമാന മാർഗങ്ങളിലൊന്ന്. അതിൽ തന്നെ പ്രധാനപ്പെട്ടത് ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികളായിരുന്നു. ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ മുയിസു തുടങ്ങിയതോടെ ഇവിടെ നിന്നുള്ള സഞ്ചാരികൾ വലിയ തോതിൽ മാലദ്വീപിനെ ഒഴിവാക്കി. ഇന്ത്യയോട് പൊരുതി ചൈനയുടെ പിന്തുണ നേടാൻ ശ്രമിച്ച മുയിസുവിന്റെ ചുവട് പിഴച്ചത് അവിടെയായിരുന്നു. ഫലത്തിൽ പിന്നീടുള്ള കാലം മാലദ്വീപിന് നട്ടെല്ലൊടിയുന്ന ദാരിദ്ര്യത്തിൻ്റെതായി. ഇന്ത്യയുമായി കറൻസി സ്വാപ്പ് കരാറുണ്ടാക്കുകയും കടക്കെണിയിൽ ആശ്വാസം നൽകാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയുമാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ മുയിസു ലക്ഷ്യമിടുന്നത്. പശ്ചാത്തല സൗകര്യ പദ്ധതികൾക്കായി ഇന്ത്യ 140 കോടിയുടെ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ കയറ്റുമതിക്ക് ആവശ്യമായ വിദേശ നാണ്യ കരുതൽ ശേഖരം $440 മില്യൺ കുറഞ്ഞതിനാൽ ദ്വീപ് രാഷ്ട്രം കടബാധ്യതയിലേക്ക് നീങ്ങുകയാണ്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ ധനസഹായ പിന്തുണ മാലദ്വീപ് ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ മോദി മുയിസു കൂടിക്കാഴ്ചയിൽ ചർച്ചയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ ഏറ്റവും അടുപ്പമുള്ള അയൽരാജ്യമാണ് മാലദ്വീപ് എന്ന് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രിയുടെ സാഗർ പദ്ധതിയിലും മാലദ്വീപിന് പ്രത്യേക പരിഗണനയുണ്ട്. ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ സഹകരണം കരുത്തുറ്റതാക്കുകയുമാണ് മുയിസുവിന്റെ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് മാലദ്വീപും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ പുതിയ അധ്യായമാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ തുറക്കുകയെന്നാണ് വിദേശകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഇന്ത്യയോട് പൊരുതി നിൽക്കാനാകില്ലെന്ന് മുയിസു നല്ല വ്യക്തമായി മനസ്സിലാക്കി. അതോടെ ഇന്ത്യയെ അംഗീകരിക്കാനും ഇന്ത്യയുടെ സഹായം വേണമെന്നാവശ്യപ്പെടാനും മാലദ്വീപ് ഭരണകൂടം തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഏതാണ്ട് മഞ്ഞുരുകി തുടങ്ങി. കഴിഞ്ഞ ജൂണിൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുയിസു പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി സന്ദർശനം എന്ന നിലയിൽ മുയിസു നടത്തുന്ന ആദ്യത്തെ ഇന്ത്യ സന്ദർശനമാണ് ഇത്. മാലദ്വീപ് പ്രഥമ വനിത സാജിദ മുഹമ്മദും മുയിസുവിനൊപ്പമുണ്ട്. മുംബൈയിലും ബംഗളൂരുവിലും വ്യവസായ പ്രമുഖരുമായി ചർച്ച നടത്തുന്ന മുയിസും ഇരു നഗരങ്ങളിലെയും മാലദ്വീപ് സമൂഹവുമായി സംവാദം നടത്തും. അടുത്ത കാലത്തായി ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വിദേശകാര്യ വെല്ലുവിളിയായിരുന്നു മാലദ്വീപുമായി ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രി പേരെടുത്ത് പല മാലദ്വീപ് മന്ത്രിമാരും അവഹേളിക്കുകയോട് ചെയ്തത് പ്രശ്നം രൂക്ഷമാക്കി. ഇവരെ പിന്നീട് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ മാലദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്നും മുയിസു ആവശ്യപ്പെട്ടു. മാലദ്വീപ് നിശ്ചയിച്ച ദിവസമായ മെയ് 10 മുമ്പായി 80 സൈനികരെയും ഇന്ത്യ പിൻവലിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ മുയിസു ചൈനയിൽ സന്ദർശനം നടത്തുകയും ഇന്ത്യയെ പേരെടുത്തല്ലെങ്കിൽ പോലും മോശമായി പരാമർശിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മുമ്പ് ഒരു കാലത്തും ഇല്ലാത്ത വിധം മോശമാവുകയും ആയിരുന്നു. അതിനുശേഷം മാസങ്ങൾക്ക് ശേഷമാണ് മുയിസു യാഥാർത്ഥ്യം തിരിച്ചറിയുകയും ഇന്ത്യയുടെ പിന്തുണയില്ലാതെ നിലനിൽക്കാനാകില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തത്.